ഹായ് ഡിയേഴ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 10 ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ കോംബോയോ ആയിട്ടാണ് കേട്ടോ. 20 വെറൈറ്റീസ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 വെറൈറ്റീസ് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം. അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് അയച്ചു തരുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെ പ്ലാന്റ്സാണ് നമ്മൾ ഈ ഓഫർ പ്രൈസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. DS ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഫസ്റ്റ് വരുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ലീഫ് പ്രൊപ്പഗേഷനാണ്. അടുത്തത് വരുന്ന ഹണീസക്കിളാട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. വൈറ്റും യെല്ലോയും ലൈറ്റ് യെല്ലോയും 3 കളർ കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. വളരെ ഈസി ആയിട്ട് ഒരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തൊക്കെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും കേട്ടോ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് മെഡിനില്ല പ്ലാന്റ് ആട്ടോ. ഇതൊരു കുറ്റിച്ചെടിയാട്ടോ. നല്ല ഭംഗിയുള്ള പിങ്ക് കളറിലുള്ള പൂക്കളായിരിക്കും കേട്ടോ. ഈ ഒരു ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും കുഞ്ഞു കുഞ്ഞു പൂതുപോലെ ഈ ഒരു കണ്ടീഷനിൽ നിൽക്കും. അത് ലാസ്റ്റ് ഒരു ഡാർക്ക് വയലറ്റ് കളർ ആയതിന് ശേഷമേ കൊഴിഞ്ഞു പോകുള്ളൂ കേട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ്. 3 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാട്ടോ. ലൈറ്റ് വയലറ്റും ഡാർക്ക് വയലറ്റും വൈറ്റും അങ്ങനെ 3 കളേഴ്സിലാണ് ഇതിൻ്റെ അകത്ത് ഫ്ലവർ ഉണ്ടാവുക. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് മധുമാലതയാണ്. മധുമാലതീൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ. നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്രൗൺ കളറും ലൈറ്റ് പിങ്ക് കളർ കോമ്പിനേഷനിലാട്ടോ ഇതിൻ്റെ അകത്ത് പൂക്കൾ ഉണ്ടാവുക. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും. ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് മന്ദാരാണ്. മന്ദാരത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നമുക്ക് ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറ്റിയായിട്ട് നിർത്തി ഒത്തിരി പൂക്കൾ തരുന്ന ഒരു പൂമരം തന്നെയാട്ടോ മന്ദാരം. നമ്മൾ കട്ട് ചെയ്യാതെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് വലിപ്പം വെക്കും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. അതേപോലെ ഈ മന്ദാരത്തിൻ്റെ ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവുമെന്നും പറയപ്പെടുന്നു കേട്ടോ. അടുത്തത് വരുന്നത് കനകാമ്പരാണ്. കനകാമ്പരത്തിൻ്റെ റെഡ് കളറിലുള്ള കനകാമ്പരാണ്. ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരും കേട്ടോ. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ട് ചെയ്തിട്ടാണ്. ഇത് പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ കൊല കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ആ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് പുതിയ തളിപ്പുകൾ വന്ന് പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലവറിങ് സ്റ്റേജിലേക്ക് ചെടി പോകും കേട്ടോ. എപ്പോഴും തന്നെ പൂക്കളുണ്ടാകും. അതേപോലെ നമുക്ക് ഗാർഡനിലാണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാലും ഇങ്ങനെ ഒരുപാട് വലുതായി പോയി അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് വരില്ല. ഷോർട്ടായിട്ട് നിന്നാണ് ഒത്തിരി പൂക്കൾ തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് അലമാണ്ടേൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഒരുപാട് ഹൈറ്റൊന്നും വെക്കില്ല. ബുഷിയായിട്ട് പോട്ടിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബുഷിയായിട്ട് നിന്നിട്ട് എപ്പോഴും പൂക്കളുണ്ടാവും കേട്ടോ. സാധാ നോർമൽ കെയറിൽ തന്നെ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ചെടികൾ മാത്രമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്നത് ജോൺ ക്രീപ്പറാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ്. ഒത്തിരി പൂക്കളുണ്ടാവും. ഒരു ക്രീപ്പർ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സപ്പോർട്ടോ സ്റ്റിക്കോ അങ്ങനെ എന്തിൻ്റെയും സപ്പോർട്ട് കൊടുത്ത് വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ. നമുക്ക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റിക്ക് സപ്പോർട്ടായിട്ട് കൊടുത്താൽ മാത്രം മതി. അടുത്തത് വരുന്നത് പാണ്ഡൂര ജാസ്മിൻ ആട്ടോ. പാണ്ഡൂര ജാസ്മിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുള്ള പൂവാണ്. അതേപോലെ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിനൊരു സപ്പോർട്ട് വേണം. എന്തിൻ്റെങ്കിലും സപ്പോർട്ട് കൊടുത്ത് വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് മെലസ്റ്റോമ പ്ലാന്റ് ആട്ടോ. മെലസ്റ്റോമേൻ്റെ നല്ല യെല്ലോ കളറിലുള്ള ഫ്ലവറാണ്. ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാവുക. ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ. നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കംപ്ലീറ്റ് ചെടികളും പൂക്കൾ ഒരുപാട് തരുന്ന ചെടികൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അടുത്തത് വരുന്നത് വൈറ്റ് ടെക്കോമയാണ്. വൈറ്റ് ടെക്കോമയും ഒരു ക്രീപ്പർ പ്ലാന്റാണ്. ഇതുപോലെ നല്ല ബുഷിയായിട്ട് നിന്ന് ഇതുപോലെ പൂക്കളുണ്ടാവും. നിങ്ങൾ നോക്കി എന്തോരം ബഡ്സാണ് ഉണ്ടായിട്ടുള്ളതെന്ന്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് തരുന്നത്. പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. ഈ ഒരു ചെടി കുഞ്ഞാവുമ്പോൾ തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരുന്നതാണ്. അടുത്തത് വരുന്ന ഹാങ്ങിങ് പ്ലാന്റായ ലിപ്സ്റ്റിക് ആട്ടോ.
ഇത് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, സെമി ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അതേപോലെ 2-3 ദിവസം കൂടുമ്പോൾ മാത്രമേ ഇതിൻ്റെ വാട്ടറിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ ഉണ്ടാവുക. നല്ല ഡാർക്ക് റെഡ് കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ബ്രൈഡൽ ബൊക്കെയാണ്. ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ, ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് കനേഡിയൻ കൊന്നയാട്ടോ. കനേഡിയൻ കൊന്ന അത്യാവശ്യം ഹൈറ്റുള്ള ഒരു മെലസ്റ്റോമേൻ്റെയൊക്കെ സൈസ് വെക്കുന്ന ഒരു ചെടിയാട്ടോ. പക്ഷെ ഒത്തിരി പൂക്കൾ തരുന്ന ചെടിയാണ്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ജിമിക്കി കമൽ അല്ലെ എലിയോകാർപ്പസ് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നതാട്ടോ. രുദ്രാക്ഷ ചെടി എന്ന പേരിലും അറിയപ്പെടും കേട്ടോ. നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതുപോലെ ഒരുപാട് പൂക്കൾ ഒന്നിച്ചുണ്ടാവും കേട്ടോ. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ അല്ലാതെ വിൽക്കുന്ന സമയത്ത് പെർ പ്ലാന്റ് 100-നാട്ടോ നമ്മൾ വിൽക്കുന്നത്. ഇത് ഈ ഓഫർ പ്രൈസിലായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടുന്നത്. അടുത്തത് വരുന്നത് ഗാർലിക് പൈനാണ്. നല്ല ഭംഗിയുള്ള ലാവൻഡർ കളറിലും നല്ല ലൈറ്റ് വയലറ്റ് കളറിലൊക്കെയുള്ള പൂക്കളായിരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഒത്തിരി പൂക്കൾ ഒന്നിച്ചുണ്ടാവും. അതേപോലെ തന്നെ നല്ല വെളുത്തുള്ളീൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ. വെളുത്തുള്ളീൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ ചെടി ഭയങ്കര ഇഷ്ടമാവും. പിന്നെ അതേപോലെ തന്നെ പാമ്പുകൾക്ക് വെളുത്തുള്ളീൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ പാമ്പ് ശല്യം കുറവായിരിക്കും ഈ ഒരു ചെടി നട്ടാലെന്നും പറയുന്നു കേട്ടോ. നമുക്ക് സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് നടാൻ പറ്റിയതാണ്. നല്ല വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇതുപോലെ ലൈറ്റ് പിങ്ക് കളറിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കേട്ടോ. സ്റ്റെം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലോണം നനച്ചും കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ. നിങ്ങൾ ഈ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല, പേയ്മെൻറ്റ് ഗൂഗിൾ പേ വഴിയാട്ടോ. ഇത് മെലസ്റ്റോമേൻ്റെ വയലറ്റ് കളറാണ്. അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ, മെലസ്റ്റോമ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഇത്രയും പ്ലാന്റ്സിൽ നിന്ന് ഏതെങ്കിലും 10 പ്ലാന്റ്സിൻ്റെ കോംബോ ആട്ടോ 600 രൂപയാണ് റേറ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് അയച്ചു തരുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ. കേരളത്തിൻ്റെ പുറത്തേക്കാവുമ്പോൾ എക്സ്ട്രാ ഒരു 40 രൂപയും കൂടെ കൊറിയർ ചാർജ് വരുന്നതാട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.